بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും അതിലെ ഗുണപാഠങ്ങളുമാണ് ഈ മജ്ലിസിൽ നമ്മൾ പഠിച്ചു വരാറുള്ളത്. അതിലെ അവസാനത്തെ ദർസിലാണ് ഇൻഷാ അല്ലാഹ് നമ്മളുള്ളത്. മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ, ഉപദ്രവങ്ങൾ, അലോസരപ്പെടുത്തുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും കേൾക്കുകയും സഹിക്കുകയും ചെയ്ത അള്ളാഹുവിൻ്റെ റസൂലാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുത്തുന്നൊരു വാക്ക് ചില ആളുകളിൽ നിന്ന് കേട്ടപ്പോൾ പറഞ്ഞു, റഹിമല്ലാഹു മൂസ ഫഖദ് ഊദിയ അക്സറ മിൻ ഹാദ ഫസബർ. അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് റഹ്മത്ത് ചൊരിയട്ടെ. ഇതിനേക്കാൾ മൂസ അലൈഹിസ്സലാം ഉപദ്രവിക്കപ്പെട്ടു, സബർ, പക്ഷേ അദ്ദേഹം ക്ഷമിക്കുകയുണ്ടായി. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൗ മൂസ ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു വകാന ഇൻദല്ലാഹി വജീഹ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ലാ തകൂനു, നിങ്ങളാകരുത്, കല്ലദീന ആദൗ മൂസ, മൂസാ നബിയെ ദ്രോഹിച്ചവരെ പോലെ നിങ്ങളാകരുത്. ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു, അവർ പറഞ്ഞതിൽ നിന്ന് മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു മോചിതനാക്കി. മൂസ അലൈഹിസ്സലാം അവരാ പറഞ്ഞത് ശരിയല്ല, മൂസ അലൈഹിസ്സലാമിന് അവർ പറഞ്ഞ കുഴപ്പമില്ല എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി. വക്കാന ഇൻദല്ലാഹി വജീഹ, അള്ളാഹുങ്കൽ മൂസ അലൈഹിസ്സലാം വജീഹാണ്, അഥവാ റബ്ബിങ്കൽ വലിയ വിജാഹത്തുള്ള സ്ഥാനമുള്ള ആളാണ്. ആ വിജാഹത്ത് കൊണ്ടാണ് ഒരൊറ്റ ദുആ തൻ്റെ സഹോദരനെ റസൂലാക്കാൻ തേടിയപ്പോൾ അള്ളാഹു സ്വീകരിച്ചത്. സുബ്ഹാനല്ലാഹ്. മൂസ അലൈഹിസ്സലാമിനെ ദ്രോഹിച്ചവരെ പോലെ നിങ്ങളാകരുത്. സൂറത്തുൽ അഹ്സാബിൽ അവസാന ഭാഗത്തുള്ള ആയത്തുകളാണത്. അതിനുശേഷമാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ ഹാജയിൽ ഓതാറുണ്ടായിരുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറയുന്ന 3 ആയത്തുകളിൽ, 3 ഖുർആനിലെ ഭാഗങ്ങളിൽ ഒന്ന് ഇതാണ്. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പിന്നെ യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, സൂറത്തുൽ നിസായിലെ 1-ാമത്തെ ആയത്ത്. പിന്നെ സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്തുകൾ, മുഅ്മിനുകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നേരായ വാക്ക് പറയുക, എങ്കിൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരും. 3 ഈ പറഞ്ഞ ആയത്തുകളിലും, 3-ലധികം ആയത്തുകളുണ്ട്, പക്ഷേ 3 ഖുർആനിലെ 3 ഭാഗത്തുള്ള ആയത്തുകളാണ്. 3 ഭാഗത്തുമുള്ളത് പൊതുവെ ഉള്ളത് എന്താണ്? ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഇത്തഖൂ റബ്ബക്കും, അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ളതാണ്. ഈ ആയത്തുകൾക്ക് തൊട്ടു മുന്നേ അള്ളാഹു സൂറത്തുൽ അഹ്സാബിൽ ഈ കാര്യം പറഞ്ഞത് കാണാം. ബനു ഇസ്രായീലെ പോലെ, മൂസ അലൈഹിസ്സലാമിനെ ദ്രോഹിച്ചവരെ പോലെ നിങ്ങളാകരുത്. ആ ദ്രോഹങ്ങളിലൊന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതായി ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ഇന്ന മൂസ കാന റജുലൻ ഹയ്യൻ സിത്തീറൻ. മൂസ അലൈഹിസ്സലാം വളരെ ലജ്ജയുള്ള, ശരീരമൊക്കെ നന്നായി മറച്ചിരുന്ന വ്യക്തിയായിരുന്നു അലൈഹിസ്സലാത്തു വസ്സലാം. നോക്കൂ, ലജ്ജ വളരെ നല്ല സ്വഭാവമാണ്, അള്ളാഹുവിൻ്റെ നബിമാരുടെ സ്വഭാവമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജ ഖൈർ അല്ലാതെ കൊണ്ടുവരികയില്ല. ലജ്ജാലുവായ ഒരാളെ അയാളുടെ സഹോദരൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇങ്ങനെ ലജ്ജിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്ന ആളോട് പറഞ്ഞു, ദഅഹു, അയാളെ വിട്ടേക്കൂ, ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്.
അതേസമയം ഇന്ന് നോക്കൂ, ലജ്ജയില്ലാത്ത പ്രവർത്തനങ്ങളാണ് വലിയ ആണത്വവും വലിയ ഹീറോയിസവുമാക്കിയിട്ടൊക്കെ ആളുകൾ കാണുന്നത്. ഔറത്തൊക്കെ കാണിക്കുക, എന്ത് വൃത്തിയോട് വിളിച്ചു പറയുക, അയാൾക്ക് നല്ല ഡയലോഗ് പറയുന്ന ആളാണ്, അയാൾ നോക്കുക, അയാളെ മറ്റുള്ളവരെ അങ്ങനെ തകർത്ത് കളഞ്ഞു, ഈ രൂപത്തിൽ വൃത്തികേട് കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ വലിയ വീരന്മാരായി കൊണ്ട് നടക്കുന്ന പരിതാപകരമായ അവസ്ഥയിൽ ആളുകൾ എത്തിപ്പോയിരിക്കുന്നു. എന്നാൽ ഈ ദീൻ ലജ്ജയുടെ ദീനാണ്, ഈ ഉമ്മത്തിൻ്റെ ഹുലുഖാണ്, ഈ ദീനിൻ്റെ ഹുലുഖാണ് ലജ്ജ, ഈ ദീനിൻ്റെ സ്വഭാവമാണ് ലജ്ജ എന്ന സ്വഭാവം. പക്ഷെ ആ ലജ്ജ ഒരിക്കലും മുഅ്മിനിനെ നന്മ കൽപ്പിക്കാനോ തിന്മ വിലക്കാനോ തടസ്സം നിൽക്കുകയില്ല. ഒരുത്തൻ നന്മ കൽപ്പിക്കുകയോ തിന്മ വിലക്കുകയോ ഒക്കെ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ട് അവനത് ലജ്ജയാണെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവുക. അത് ലജ്ജയല്ല, മറിച്ചത് ആജിസാണ്, കഴിവുകേടാണ്. കഴിവുകേടിനെ ലജ്ജ എന്ന് വിളിക്കുക പാടില്ല. പക്ഷേ നോക്കൂ, സംസാരത്തിൽ ലജ്ജ പുലർത്തുക, മുതിർന്നവരോട് ലജ്ജ കാണിക്കുക, പണ്ഡിതന്മാരോട് ലജ്ജ കാണിക്കുക, ഏറ്റവും എല്ലാത്തിനുപരി അള്ളാഹുവിനോട് ലജ്ജ പുലർത്തുക, മലായിക്കത്തിനോട് ലജ്ജ പുലർത്തുക, ഇതെല്ലാം ഇമാനിൻ്റെ ശ്രേഷ്ഠമായ സ്വഭാവങ്ങളാണ്. പക്ഷേ അലൈഹിസ്സലാം ലജ്ജാലുവായിരുന്നു. അലൈഹിസ്സലാം ശരീരം മുഴുവനായി മറച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരീരം സ്ത്രീകൾ വർക്കും പോലെ മറച്ചു എന്നല്ല, പൊതുവെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നന്നായി മറച്ചിട്ടായിരുന്നു മൂസ അലൈഹിസ്സലാം നടക്കാറുണ്ടായിരുന്നു. ലാ യുറാ മിൻ ജിൽദിഹി ഷൈ, അദ്ദേഹത്തിൻ്റെ തൊലിപ്പുറം പൊതുവെ ശരീരഭാഗങ്ങൾ അധികവും ആളുകൾ കാണാറുണ്ടായിരുന്നില്ല. ഇസ്തിഹ്യാ മിൻഹു, ലജ്ജ കൊണ്ട്. ഫഅദാഹു മൻ ആദാഹു മിൻ ബനി ഇസ്രായീൽ, ഈ കാരണം കൊണ്ട് ഇസ്രായേലിൽ മൂസ അലൈഹിസ്സലാമിനെ ദ്രോഹിക്കുന്ന വാക്ക് പറഞ്ഞു. മറ്റ് ചില റിവായത്തുകൾ കാണാം, ബനു ഇസ്രായേൽ അവർ ഒരുമിച്ച് കുളിക്കുമായിരുന്നു, അഥവാ ഒരുമിച്ച് ജലാശയത്തിൽ വസ്ത്രമില്ലാതെ കുളിക്കുമായിരുന്നു അവർ. മൂസ അലൈഹിസ്സലാം അതിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ഫഖാലു, അവർ പറഞ്ഞു, മാ യസ്തതിറു ഹാദ തസത്തുറ ഇല്ലാ മിൻ ഐബിൻ ഫി ജിൽദിഹ്, മൂസ ഇങ്ങനെ ലജ്ജ കാണിച്ച് മറച്ചു നടക്കുന്നത് എന്തോ ശരീരത്തിനെന്തോ കാണാൻ പാടില്ലാത്ത ന്യൂനതയുണ്ട് എന്നതുകൊണ്ടാണ്. ഇമ്മ ബറസ്, ഒന്നുകിൽ വെള്ളപ്പാണ്ട്, വ ഇമ്മ അദറ, അല്ലെങ്കിൽ ലൈംഗികാവയം വീർത്തു പോകുന്ന അസുഖത്തിനാണ് അദറ എന്ന് പറയുക, മണിവീക്കം എന്നൊക്കെ പറയുന്ന അസുഖത്തിന്. വ ഇമ്മ ആഫ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായ കാര്യം ശരീരത്തിൽ ആളുകൾ കാണാൻ പാടില്ലാത്ത അങ്ങനെ ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ നോക്കൂ, അള്ളാഹുവിൻ്റെ നബിമാരെ ആളുകൾ അകന്നു പോകുന്ന രൂപത്തിലുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ദഅവത്തുമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ നബിമാർക്ക് വെള്ളപ്പാണ്ട് പോലെ അതുപോലെ ഭ്രാന്ത് പോലെ ഉള്ളത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ്. അയ്യൂബ് അലൈഹിസ്സലാമിനെ അള്ളാഹു 18 വർഷക്കാലം രോഗം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതിലുപരി ആരോഗ്യത്തിൽ അയ്യൂബ് അലൈഹിസ്സലാം ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ പറഞ്ഞത് ചില ഒരിക്കലും ഭ്രാന്ത് പോലെയുള്ള രോഗങ്ങൾ ആർക്കുണ്ടാവുകയില്ല, അള്ളാഹുവിൻ്റെ നബിമാർക്ക് ഉണ്ടാവുകയില്ല. അവർക്ക് ബോധക്ഷയം ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവുകയില്ല, ഭ്രാന്ത് ഉണ്ടാവുകയില്ല. ഇഗ്മാ ഉണ്ടാവും, ഇഗ്മാ സംഭവിക്കും, പക്ഷെ ജുനൂൻ ഉണ്ടാവുകയില്ല, ഭ്രാന്ത് ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ നബിമാർക്ക് ആർക്കും അത് ഉണ്ടാവുകയില്ല. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഉണ്ട് എന്ന്, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് എന്ന് ബനു ഇസ്രായേൽ മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. വ ഇന്നല്ലാഹ അറാദ അൻ യുബർരിഅഹു മിമ്മാ ഖാലു ലിമൂസ, എന്നാൽ അള്ളാഹു ആ പറഞ്ഞത് തെറ്റാണ്, മൂസ അലൈഹിസ്സലാം അങ്ങനെ ഒന്നുമില്ലാത്ത വ്യക്തിയാണ് എന്ന് തെളിയിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു. ഫഖല യൗമൻ വഹ്ദ, മൂസ അലൈഹിസ്സലാം ഒരു ദിവസം ഒറ്റക്ക് കുളിക്കുകയാണ്. വദഅ സിയാബഹു അലൽ ഹജർ, ഒരു കല്ലിന് മുകളിൽ അവിടുന്ന് വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തുമ്മ ഇഗ്തസൽ, എന്നിട്ട് കുളിക്കുകയാണ്. ഈ ഹദീസിൽ തെളിവുണ്ട് എന്ത്, ഒരാൾക്ക് കുളിക്കുന്ന വസ്ത്രത്തിൽ കുളിക്കുമ്പോൾ വസ്ത്രം മുഴുവൻ അഴിച്ചു വെച്ച് കുളിക്കാം, അതിൽ തെറ്റില്ല എന്നതിന് ഹദീസിൽ തെളിവുണ്ട്. ഇതുപോലെ അയ്യൂബ് അലൈഹിസ്സലാം കുളിച്ച കാര്യവും ഇമാം ബുഖാരി ഉദ്ധരിച്ച സഹീഹിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അയ്യൂബ് അലൈഹിസ്സലാം ഇതുപോലെ വസ്ത്രമില്ലാതെ കുളിച്ച ആ സമയത്തായിരുന്നു അള്ളാഹു റബ്ബുൽ ആലമീൻ ഷിഫ നൽകിയത്. ഊർഖുദ് ബിർജിലക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, അയ്യൂബ് താങ്കളുടെ കാലിട്ടടിക്കുക, അതാ വെള്ളം വരുന്നു. മുഗ്തസൽ കുടിക്കാനുള്ളതും വശറാബ് കുടിക്കാനുള്ളതും. കുടിച്ചപ്പോൾ ശരീരത്തിനുള്ളിലെ രോഗങ്ങളൊക്കെ പോയി, കുളിച്ചപ്പോൾ ശരീരത്തിന് പുറത്തെ രോഗങ്ങളൊക്കെ പോയി. അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ ശരീരത്തിൽ ഹൃദയവും നാവും അല്ലാതെ മറ്റു മുഴുവൻ ഭാഗങ്ങൾക്കും അസുഖം ബാധിച്ചിരുന്നു എന്നാണ്.
അലൈഹിസ്സലാം 18 വർഷം മഹാനായ നബി പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ അള്ളാഹുവിനെ സ്മരിക്കാൻ ഹൃദയവും അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ നാവും ഒന്നും സംഭവിക്കാതെ ബാക്കിയായി എന്നാണ്. ഇത് കുടിച്ചപ്പോൾ അസുഖം മാറി. അപ്പോൾ അത് സ്വർണത്തിൻ്റെ ഒരു കിളി, ഒരു ജറാത്ത്, സ്വർണത്തിൻ്റെ ഒരു വെട്ടുകിളി അത് വന്ന് വീഴുകയാണ്. ജറാത്ത് എന്നാൽ വെട്ടുകിളി എന്നാണ് അർത്ഥം. അത് വന്ന് അവിടെ വീഴുക. അയ്യൂബ് അലൈഹിസ്സലാം അതിനെ പിടിക്കാൻ ശ്രമിച്ചു, വസ്ത്രത്തിൽ ഒതുക്കാൻ ശ്രമിച്ചു. റബ്ബു സുബ്ഹാനഹു വതആല അയ്യൂബ് അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അയ്യൂബ്, ഇതിനേക്കാൾ നല്ലതൊക്കെ ഞാൻ നിനക്ക് നൽകിയിട്ടില്ലേ? ഇതല്ലാത്തതുകൊണ്ട് ഞാൻ നിനക്ക് മതിയാക്കി തന്നിട്ടില്ല. ഈ ഒരു ദുനിയാവിൻ്റെ വിഭവം അതെന്തിനാണ് ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്? അപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, അതേ റബ്ബേ, പക്ഷേ ലാ ഗിന ബി അൻ ബറകതിക്, നിൻ്റെ ബറക്കത്ത് അതൊരിക്കലും എനിക്ക് ആവശ്യമില്ലാതായി പോകില്ല. നീ നൽകുന്ന ബറക്കത്ത് അതെനിക്ക് ആവശ്യം തന്നെയാണ് എന്ന് അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞത് കാണാം. ഈ സംഭവങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതായത് കുളിക്കുമ്പോൾ അങ്ങനെ വസ്ത്രം അഴിച്ചു വെക്കാൻ അനുവാദമുണ്ട് എന്നതിലൂടെ തെളിവാണ്. എന്നാൽ അനാവശ്യമായി ഒരാൾ നഗ്നനാവുക എന്നത് ഹറാമാണ്, പാടില്ലാത്തതാണ്. അനാവശ്യമായി നഗ്നനാവുക എന്നത് പാടില്ലാത്തതാണ്. ആവശ്യമുണ്ടോ അത് ആകാം, ആവശ്യമുണ്ടോ എങ്കിൽ അത് ആകാം, കുഴപ്പമില്ല. ഒരാളുടെ ആവശ്യത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ. അല്ലാഹു തആല ആലം. അപ്പോൾ നോക്കൂ, അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക വസ്ത്രം ഒരു കല്ലിന് പുറത്ത് എടുത്തു വെച്ചിട്ട് മൂസ അലൈഹിസ്സലാം കുളിക്കുകയാണ്. ഫലമ്മ ഫറാഗ്, കുളിച്ചു കഴിഞ്ഞപ്പോൾ അഖ്ബല ഇലാ ഫിയാബിഹി ലിയഖുദഹ, ആ കല്ലിനടുത്തേക്ക് വസ്ത്രം എടുക്കാൻ മൂസ അലൈഹിസ്സലാം ചെന്നു. വ ഇന്നൽ ഹജറ അദാ ബിസൗബിഹി, ആ കല്ലതാ മൂസ അലൈഹിസ്സലാമിൻ്റെ വസ്ത്രവുമായി ഓടുകയാണ്, കല്ല് ഓടുകയാണ്. ഫഅഖദ മൂസ അസാഹ്, മൂസ അലൈഹിസ്സലാം വടിയെടുത്തു. വതലബൽ ഹജർ, കല്ലിന് പിന്നാലെ ഓടി. ഫജഅല യഖൂൽ സൗബി യാ ഹജർ, സൗബി യാ ഹജർ. മൂസ അലൈഹിസ്സലാം, എൻ്റെ കുപ്പായം, എൻ്റെ കുപ്പായം എന്ന് പറഞ്ഞ് കല്ലിനെ വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടിയെന്നാണ്. ഹത്തൻതഹ ഇലാ മലഇൻ മിൻ ബനി ഇസ്രായീൽ, ഇങ്ങനെ വസ്ത്രമില്ലാതെ മൂസ അലൈഹിസ്സലാം അറിയാതെ ഇതിൻ്റെ പിന്നിൽ ഓടി എവിടെ എത്തി? ബനു ഇസ്രായേലരുടെ ഒരു കൂട്ടർ അവരൊന്നാകെ സമ്മേളിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് മൂസ അലൈഹിസ്സലാം എത്തി, വസ്ത്രമൊന്നുമില്ല. അങ്ങനെ എത്തിപ്പോയതാണ്. ഫറഔഹു, മൂസ അലൈഹിസ്സലാമിനെ അവർ കണ്ടു. ഉറിയാനൻ, വസ്ത്രമില്ലാതെ. അഹ്സന മാ ഖലഖല്ലാഹ് വഅബ്റഅഹു മിമ്മാ യഖൂലൂൻ, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ, അല്ലാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ഭംഗിയുള്ള പടപ്പുകളിൽ ഒരാളായി. അല്ലാഹുവിൻ്റെ നബിമാർ അവർ ഭംഗിയുള്ളവരും അവർ പരിപൂർണമായ പൗരുഷമുള്ളവരുമാണ്. അവർ പറഞ്ഞ യാതൊരു ന്യൂനതയും മൂസ അലൈഹിസ്സലാമിന് ഇല്ല എന്നും അവർക്ക് മനസ്സിലായി. വഖാമൽ ഹജർ, കല്ലപ്പം അവിടെ നിന്നു. ഫഅഖദ സൗബഹു ഫലബിസ, മൂസ അലൈഹിസ്സലാം വസ്ത്രമെടുത്തു, ധരിച്ചു. വതഫിഖ ബിൽ ഹജരി ദർബൻ ബിഅസാഹ്, വടികൊണ്ട് കല്ലിന് അടിയടിച്ചു. فوالله الله ആണ് ഇന്ന ബിൽ ഹജരി ലനദബൻ മിൻ അഥരി ദർബിഹി 3 أو 4 أو 5, 3 4 5 പാടുകൾ വന്നു കല്ലിന്. അങ്ങനത്തെ അടി മൂസ അലൈഹിസ്സലാം ഈ വടി കൊണ്ട് കല്ലിന് അടിക്കുന്നുണ്ട്. ഫദാലിക ഖൗലു, ഇതേക്കുറിച്ചാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദവു മൂസ ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു വകാന ഇൻദല്ലാഹി വജീഹ. ഞാൻ നേരത്തെ ഓതിയ ആയത്ത്, മൂസ അലൈഹിസ്സലാമിനെ ദ്രോഹിച്ചവരെ പോലെ നിങ്ങളാകരുത് എന്ന ആയത്ത് ഈ സംഭവത്തെക്കുറിച്ചാണ് അവതരിച്ചത്. അഥവാ അവർ ഉണ്ടാക്കിയ ദ്രോഹങ്ങളിൽ ഒന്നാണിത്. പല ദ്രോഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ധാരാളം പ്രയാസകരമായ കാര്യങ്ങൾ മൂസ അലൈഹിസ്സലാമിനോട് അവർ രൂപത്തിൽ പെരുമാറിയിട്ടുണ്ട്. അതിൽ പലതും നമ്മൾ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു സുപ്രധാനമായ കാര്യമാണ് അവിടുന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് യാത്ര പോകവേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം വാദിൽ അസ്റഖ് എന്ന് പറയുന്ന താഴ്വരയിലെത്തി. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യു വാദിൻ ഹാദ, ഏതാണ് ഈ താഴ്വര? ഖാലു, അവർ പറഞ്ഞു, വാദിൽ അസ്റഖ്, ഇത് അൽ അസ്റഖ് എന്ന് പറയുന്ന താഴ്വരയാണ്. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅന്നി അൻദുറു ഇലാ മൂസ വഹുവ ഹാബിതുൻ മിന അസ്സനിയ്യ വലഹു ജുആറുൻ ഇലല്ലാഹി അസ്സ വജല്ല ബിത്തൽബിയ. മൂസ അലൈഹിസ്സലാമിനെ ഇതാ ഈ സനിയത്തിലൂടെ,
തനിയത്ത് എന്നാൽ ഒരു വഴിയുടെ വളഞ്ഞ ഭാഗം എന്നതിനർത്ഥമുണ്ട്. അതുപോലെ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വഴി എന്നും അതിനർത്ഥമുണ്ട്. ഈ വഴിയിലൂടെ മൂസ അലൈഹിസ്സലാം വരുന്നത് ഞാനിതാ നോക്കിക്കാണുന്നത് പോലെയുണ്ട്. വലഹു ജുആറുൻ ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുലേക്ക് ശബ്ദമിട്ട് തേങ്ങിക്കൊണ്ട് മൂസ അലൈഹിസ്സലാം എന്തു പറയുന്നുണ്ട്? തൽബിയത്ത് പറയുന്നുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞ് മൂസ അലൈഹിസ്സലാം ഇതാ വരുന്നത് ഞാൻ കാണുന്നത് പോലെയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ മൂസ അലൈഹിസ്സലാം മക്കയിൽ വരികയും ഹജ്ജ് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇത് നമുക്ക് പറയാനുള്ളത് മൂസ അലൈഹിസ്സലാമിൻ്റെ വഫാത്തിനെ കുറിച്ചാണ്, അവിടുത്തെ മരണത്തെക്കുറിച്ചാണ്. നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ മൂസ അലൈഹിസ്സലാമിൻ്റെ വഫാത്ത് സംഭവിച്ചത്, ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെ വഫാത്ത് സംഭവിച്ചതൊക്കെ അവർ ബനു ഇസ്രായേൽ എവിടെയുള്ള കാലത്തായിരുന്നു? തീഹ്, ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിയ ബൈത്തുൽ മഖ്ദിസിലേക്ക് അവർക്ക് കയറാൻ സാധിക്കാതെ അലഞ്ഞു തിരിയാൻ അള്ളാഹു അവർക്ക് വിധിച്ചു 40 വർഷം. ഇതിനിടയിലാണ് നമ്മൾ പറഞ്ഞ ധാരാളം സംഭവങ്ങളും പിന്നെ ഈ 2 നബിമാരുടെ മരണവുമെല്ലാം ഉണ്ടായത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് മലക്കുൽ മൗത്ത് വരികയാണ്. അള്ളാഹുവിൻ്റെ നബിമാർക്ക് സ്വർഗത്തിൽ അവരുടെ ഇരിപ്പിടം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ അവരെ മരിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ റബ്ബ് അവർക്ക് അറിയിച്ചു കൊടുക്കും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ മാ ബൈന ഇൻദഹു വമാ ബൈന അദ്ദുനിയ ഫഖ്താറ മാ ഇൻദല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ, അള്ളാഹു ഒരു അടിമക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകി. ഈ ദുനിയാവ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കലുള്ളത്, രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാൻ ഒരടിമക്ക് അള്ളാഹു അവസരം നൽകി. ഫഖ്താറ മാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ പക്കലുള്ളത് അപ്പോൾ അടിമ തിരഞ്ഞെടുത്തു. ഫബക്കാ അബൂബക്കർ, ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അബൂ സഈദ് അൽ ഖുദ്രി പറയുകയാണ്, ഞങ്ങൾ വിചാരിച്ചു മാ യുബ്കി ഹാദ ഷെയ്ഖ്, ഇദ്ദേഹം എന്തിനാണ് കരയുന്നത്? അള്ളാഹു ഒരു അടിമയെ ഇങ്ങനെ രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാൻ വിട്ടു, അദ്ദേഹം അള്ളാഹുവിൻ്റെ പക്കലുള്ളത് തിരഞ്ഞെടുത്തതിന് എന്തിനാണ് ഇദ്ദേഹം കരയുന്നത്? എന്താണ് അബൂബക്കർ സിദ്ദീഖ് കരയുന്നത്? ആ അബ്ദാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ആർക്ക് മനസ്സിലായി? അബൂബക്കറിന് മനസ്സിലായി. അബൂ സഈദ് അൽ ഖുദ്രി പറയുന്നത് കാണാം, വകാന അബൂബക്കറിൻ അഅലമന, വകാന അബൂബക്കറിൻ അഅലമന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളാരാണ്? അബൂബക്കർ സിദ്ദീഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരനായ കൂട്ടുകാരൻ, സാഹിബ് റസൂലുള്ളാഹ് അബൂബക്കറിൻ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമിൻ്റെ, നബിയുടെ വാക്കിൻ്റെ മഫ്ഹൂം, അതിൻ്റെ ദലാല എന്താണ്, അതിൻ്റെ അർത്ഥം, അത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ഏറ്റവും നന്നായി ആർക്കറിയാം? അബൂബക്കർ സിദ്ദീഖിന് അറിയാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് അടുത്ത് എന്ന് കേട്ടപ്പോഴുള്ള കരച്ചിലാണത്. അപ്പോൾ നോക്കൂ, ഇതുപോലെ അള്ളാഹുവിൻ്റെ നബിമാർക്ക് റബ്ബ് അവസരം നൽകുമെന്നാണ്. നോക്കൂ, ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച, ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉർസില മലക്കുൽ മൗത്ത് ഇലാ മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് മലക്കുൽ മൗത്ത് വന്നു, അള്ളാഹു അയച്ചു. റൂഹ് പിടിക്കുന്ന മലക്കിൻ്റെ പേരായി ഖുർആനിൽ വന്നിട്ടുള്ളത്, സഹീഹായ സുന്നത്തിൽ വന്നിട്ടുള്ളത് എന്താണ്? മലക്കുൽ മൗത്ത്. എന്നാൽ പല തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലും മറ്റും വന്നതിനാൽ ആളുകൾക്കിടയിൽ അറിയപ്പെട്ട ഒരു പേരാണ് അസ്റായിൽ അല്ലെങ്കിൽ ഇസ്രായീൽ എന്ന പേര്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ സുന്നത്തിൽ അത് വരാത്തത് കൊണ്ട് നമ്മൾ എന്ത് പറയലാണ് ശരി? അള്ളാഹു പറഞ്ഞ പേര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേര് മലക്കുൽ മൗത്ത്. ഖുർആനിൽ വന്നില്ലേ, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. അപ്പോൾ നോക്കൂ, മലക്കുൽ മൗത്ത് മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് വന്നു. ഫലമ്മ ജാഅ, മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ സക്കഹു, മൂസ അലൈഹിസ്സലാമിന് മലക്കാണെന്ന് മനസ്സിലായില്ല. സക്കഹു, ഒരടി അടിച്ചു. എന്തു സംഭവിച്ചു? മലക്കിൻ്റെ കണ്ണു പൊട്ടിപ്പോയി. ഈ ഹദീസിൽ തെളിവുണ്ട് എന്ത്? അള്ളാഹുവിൻ്റെ മലായിക്കത്തിന് കണ്ണുകളുണ്ട് എന്ന്, മലായിക്കത്തിന് കണ്ണുകളുണ്ട് എന്ന്, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ഖുർആനിൽ വന്നതാണ്, ഹത്ത ഇദാ ഫുസിഅ അൻ ഖുലൂബിഹിം, അതുപോലെ അവർക്ക് കൈകളുണ്ട്. ഖുർആനിൽ വന്നതാണ്, വൽ മലായികതു ബാസിതു ഐദീഹിം, ആളുകൾ മരിപ്പിക്കുമ്പോൾ മലായിക്കത്ത് അവരുടെ കൈകൾ നീട്ടും. അതുപോലെ അവർക്ക് യോജിച്ച ചില വികാരങ്ങളുണ്ട്.
എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെയുള്ള വികാരം എന്ന് മനസ്സിലാക്കരുത്. എന്നാൽ നോക്കൂ, അവർക്ക് ചില വികാരങ്ങളുണ്ട് എന്ന് സുന്നത്തിൽ വന്നതാണ്. സ്നേഹം അത് വികാരമാണ്, അവർ സ്നേഹിക്കും. അള്ളാഹു ഒരടിമയെ സ്നേഹിച്ചാൽ ജിബ്രീലിനെ വിളിച്ചു പറയും ഇന്നി അഹ്ബബ്തു ഫുലാനൻ ഫഅഹിബ്ബ, യാ ജിബ്രീൽ ഇന്നി യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ. ഒരടിമ ഒരാളെ സ്നേഹിക്കുന്നു, നീയും അവനെ സ്നേഹിക്കുക. ഫയുഹിബ്ബുഹു ജിബ്രീൽ അയാളെ സ്നേഹിക്കും. അതുപോലെ മലായിക്കത്തും പിന്നീട് അവനെ സ്നേഹിക്കും. അള്ളാഹു ഒരുവനെ വെറുത്താൽ ഇതുപോലെ അള്ളാഹു ജിബ്രീലിനോട് പറയും ഇന്നി ഉബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദ്ഹു, ഞാനൊരുവനെ വെറുക്കുന്നു ജിബ്രീൽ, നീ അവനെ വെറുക്കുക. ജിബ്രീൽ അവനെ വെറുക്കും, മലായിക്കത്തും അവനെ വെറുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. കോടാനുകൂടി മലായിക്കത്തിൻ്റെ വെറുപ്പ്, കോടാനുകൂടി മലായിക്കത്തിൻ്റെ സ്നേഹം. ചിന്തിച്ച് നോക്കൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അവർ സ്നേഹിക്കും, അവർ വെറുക്കും. അതുപോലെ അവർ ഇസ്തിഗ്ഫാർ നടത്തും, അവർ ലജ്ജിക്കും. ഉസ്മാനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹു അൽ മലായിക. മലായിക്കത്ത് പോലും ലജ്ജിക്കുന്ന ഒരാളോട് ഞാൻ ലജ്ജ കാണിക്കേണ്ടതില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം അത്ര ശ്രദ്ധിക്കാതെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിന് മുകളിലുള്ള ഭാഗം കാണുന്ന രൂപത്തിൽ ഇരിക്കുകയായിരുന്നു. അബൂബക്കർ വന്നു, ഉമർ വന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഇരിപ്പിരിക്കുക. ഉസ്മാൻ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? വസ്ത്രം ശരിക്ക് താഴ്ത്തിയിട്ട് ഇരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഈ വാക്കാണ്, അല അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക. മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരാളോട് ഞാൻ ലജ്ജ പാലിക്കേണ്ടതില്ല. ഉസ്മാൻ അതീവ ലജ്ജാലുവായിരുന്നു റളിയല്ലാഹു അൻഹു വഅർദാഹ്. അവസാന കാലത്ത് അഹ്ലുൽ ഫിതൻ ഉസ്മാൻ ബിൻ അഫ്ഫാനെ കൊല്ലാൻ തുനിഞ്ഞപ്പോൾ ആ മഹാനായ സഹാബി പറഞ്ഞത് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യഹുല്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാസ്. 3 കാര്യം കൊണ്ടല്ലാതെ ഒരാളുടെ രക്തം അഥവാ മുസ്ലിമായിരുന്ന ഒരാളുടെ രക്തം അനുവദിക്കപ്പെടുകയില്ല. ഒന്നുകിൽ കൊലക്ക് പകരം, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം വ്യഭിചരിക്കുക, അതല്ലെങ്കിൽ മുർത്തദ്ദായി പോവുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഞാൻ ഒരിക്കലും ഇസ്ലാമിൽ വന്നതിന് ശേഷം മുർത്തദ്ദായിട്ടില്ല. ജാഹിലിയത്തിലോ ഇസ്ലാമിലോ ഞാൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ജാഹിലിയത്തിലോ ഇസ്ലാമിന് മുമ്പുള്ള കാലത്തോ, ഇത്രയും തിന്മകൾ നിറഞ്ഞ ആ കാലത്തോ ഇസ്ലാമിലോ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. ആര് പറയുകയാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളുടെ ഭർത്താവ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ലോക ചരിത്രത്തിൽ ഒരു നബിയുടെയും 2 പെൺമക്കളെ ഒരാൾ വിവാഹം ചെയ്തിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ ആര് വിവാഹം ചെയ്തിട്ടുണ്ട്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഒരാൾ മരണപ്പെട്ടപ്പോൾ അടുത്ത ആളെ എന്ന നിലക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കൾ. ഇത് മറ്റാർക്കും ഉണ്ടായിട്ട്, അതുകൊണ്ടാണ് ഉസ്മാൻ എന്തറിയപ്പെടുന്നത്? ദുന്നൂറൈൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത് മലായിക്കത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മലക്കുൽ മൗത്തിൽ കണ്ണുകളുണ്ട് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം മൂസ അലൈഹിസ്സലാം അടിച്ചപ്പോൾ കണ്ണുകൾ പൊട്ടിപ്പോയി എന്നാണ്. അങ്ങനെ അപ്പോൾ നോക്കൂ, ഇവിടെ വലിയൊരു പാഠം എന്താണുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മലായിക്കത്തിൻ്റെ കൈകൾ, ഹൃദയം, അതുപോലെ അവരുടെ കണ്ണുകൾ, ഇങ്ങനെയൊക്കെ വന്നു. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ അത് മനുഷ്യരുടേതുപോലെയാണ്? മനുഷ്യരുടെ പോലെ ഇതേ തൊലിയും എല്ലും മാംസം ഇതേപോലെയാണ് അവരുടെ ഈ പറഞ്ഞ കണ്ണും അതുപോലെ കൈകളും ഒക്കെ എന്ന് ഇല്ല. പക്ഷെ ഇത് 2 സൃഷ്ടികളാണ്. എന്നിട്ട് പോലും 2 ഒരുപോലെ. പിന്നെ റഹ്മാനായ റബ്ബിൻ്റെ അവൻ്റെ വജ്ഹ്, അവൻ്റെ 2 കണ്ണുകൾ, അവൻ്റെ മുഖം, അവൻ്റെ കൈകൾ എന്നെല്ലാം ഖുർആനും സുന്നത്തിലും വന്നാൽ അത് പടപ്പുകളെ പോലെ ആവുക. അത് പടപ്പുകളെ പോലെ ആവും എന്ന് പേടിച്ചത് നിഷേധിക്കാൻ എങ്ങനെ സാധിക്കും? ഇല്ല. അത് റബ്ബിന് യോജിച്ചതാണ്. സൃഷ്ടാവും സൃഷ്ടികളും ഒരിക്കലും ഒരുപോലെ ആവില്ല. സൃഷ്ടികളുടേത് തന്നെ വിശേഷണങ്ങൾ ഒരുപോലെയല്ല. പിന്നെയാണ് ഖാലിഖായ റബ്ബിൻ്റെ സിഫത്തുകൾ മഖ്ലൂക്കുകളുടേത് പോലെ ആവുക? ഒരിക്കലും ആവുകയില്ല. അവനുണ്ടെന്ന് ഖുർആനും സുന്നത്തിലും വന്ന സിഫത്തുകൾ അതുപോലെ വിശ്വസിക്കുക. അതുപോലെ അതിന് അറബികൾ മനസ്സിലാക്കിയ അർത്ഥം എന്താണോ ആ അർത്ഥം വിശ്വസിക്കുക. വജ്ഹ് എന്നാൽ മുഖം എന്നാണ് അർത്ഥം, യദെന്നാൽ കൈ എന്നാണ് അർത്ഥം. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പരിഭാഷപ്പെടുത്താമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അതിൻ്റെ പരിഭാഷ പറയാം. കാരണം അതിൻ്റെ അർത്ഥം നമുക്കറിയാം. എന്താണ് അറിയാത്തത്? കൈഫിയ്യ, എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല. കാരണം അള്ളാഹു നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ പോലെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അവന് മാത്രമുള്ളതാണ്. പറഞ്ഞു വന്നത് മൂസ അലൈഹിസ്സലാം മലക്കിനെ അടിച്ചപ്പോൾ കണ്ണുപൊട്ടി. ഫറജഅ ഇലാ റബ്ബിഹ്,
റബ്ബിൻ്റെ അരികിലേക്ക് മലക്ക് ചെന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, അർസലത്നി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത്ത്. റബ്ബെ, നീ എന്നെ അയച്ചത് മരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളുടെ അരികിലേക്കാണ്. അള്ളാഹുവിൻ്റെ നബിമാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. ഫറദ്ദല്ലാഹു അലൈഹി ഐന, അള്ളാഹു മലക്കിന് കണ്ണ് തിരിച്ചു നൽകി. വഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇർജി ഫഖുൽ ലഹു യദഉ യദഹു അലാ മത്നി സൗരിൻ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അരികിൽ മലക്കിനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അരികിൽ ചെല്ലുക, എന്നിട്ട് ഒരു കാളയുടെ ശരീരത്തിൽ കൈവക്കാൻ പറയുക. ഫലഹു ബികുല്ലി മാ ഗത്തത് ബിഹി യദുഹു ബികുല്ലി ശഅറത്തിൻ സന. അദ്ദേഹത്തിൻ്റെ കൈ പതിന്ന എത്ര രോമങ്ങളുടെ പുറത്ത് കൈ പതിഞ്ഞിട്ടുണ്ടോ അത്ര രോമങ്ങളുടെ എണ്ണം വർഷം ആയുസ് ലഭിക്കും. എത്ര കൈവച്ചാൽ എത്ര രോമങ്ങളുടെ മേൽ കൈപതിയും, ഒരുപാട് രോമങ്ങളുടെ മേൽ കൈപതിയും. അത്രയും എണ്ണം ദിവസമല്ല, പിന്നെയോ മാസമല്ല, വർഷം ആയുസ് ലഭിക്കും. പക്ഷേ അതും എന്താണ് യഥാർത്ഥത്തിൽ? അതും ഒരു നിശ്ചയിക്കപ്പെട്ട എണ്ണമാണ്, അതിന് അറ്റമുണ്ട് എന്തായാലും. ഇത് പറഞ്ഞു. അപ്പോൾ മൂസ അലൈഹിസ്സലാം ചോദിച്ചു, ഐ റബ്ബേ സുമ്മ മാദ, അത് കഴിഞ്ഞാലോ? ഖാല സുമ്മൽ മൗത്ത്, പിന്നെ എന്താണ്? പിന്നെ മരണം തന്നെയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഫൽആൻ, എങ്കിൽ റബ്ബേ ഇപ്പോൾ തന്നെ ആകട്ടെ, ഇപ്പോൾ ആയിക്കോട്ടെ. ഫസഅല അല്ലാഹ അൻ യുദ്നിയഹു മിനൽ അർദിൽ മുഖദ്ദസതി റമ്യതൻ ബിഹജർ. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ, എന്നെ ആ അർദുൽ മുഖദ്ദസ, പരിശുദ്ധ ഭൂമിയിലേക്ക്, ഖുദ്സിൻ്റെ ഭൂമിയിലേക്ക് ഒരു കല്ലെറിഞ്ഞാലെത്തുന്ന അത്രയും അടുപ്പിക്കണം. കാരണം നോക്കൂ, അവിടെ പ്രവേശിക്കുക എന്നതായിരുന്നു മൂസ അലൈഹിസ്സലാം കാത്തിരുന്നത്. ഖൗമിനും കൂട്ടി അവിടെ പ്രവേശിക്കാം എന്നെല്ലാമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അല്ലാഹു വിധിച്ചത് എന്താണ്? അവിടെ എത്തുന്നതിന് മുമ്പ് തീയിൽ വെച്ച് മരണപ്പെടാനാണ്. അവിടെ ബനൂ ഇസ്രായേൽ അലഞ്ഞു തിരിയുന്ന കാലത്ത് തന്നെ മൂസ അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം മരണപ്പെടാനാണ് റബ്ബ് വിധിച്ചത്. അതുകൊണ്ട് ആ നാട്ടിനോടുള്ള ആഗ്രഹം കൊണ്ട് എന്ത് പറയുകയാണ്? അങ്ങോട്ടൊന്ന് അടുപ്പിച്ച് തരാൻ. അങ്ങനെ അടുപ്പിച്ചു കൊടുത്തു എന്നാണ് മരണവേളയിൽ അങ്ങോട്ടേക്ക് അടുപ്പിച്ചു കൊടുത്തു. പിൽക്കാലത്ത് ഇവരുടെ കാലശേഷമാണ് ബനൂ ഇസ്രായേൽ അവിടേക്ക് കടന്നത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയണം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഫലൗ കുൻതു ثم لأريتكم قبره إلى جانب الطريق عند الكثيب الأحمر. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മൂസ അലൈഹിസ്സലാമിൻ്റെ ഖബർ കാണിച്ചു തന്നേനെ. ഒരു അൽ കസീബുൽ അഹ്മർ, ചുവന്ന ഒരു മണൽക്കൂനയുടെ അരികിലായിക്കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പോലെ മറ്റൊരു നബിയുടെ ഖബർ എന്ത് ചെയ്തിട്ടില്ല? അറിയപ്പെട്ടിട്ടില്ല എന്നാണ്. മനസ്സിലായില്ല? അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത് ഖബറുകളെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്ന ദീനല്ല, മറിച്ച് ഖബറിങ്ങലാണ് ശിർക്ക് ആരംഭിച്ചത് എന്ന് പഠിപ്പിക്കുന്ന ദീനാണ്. അതുകൊണ്ട് ഖബറുകളുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിച്ച ദീനാണ്. അത് കെട്ടിപ്പൊക്കുകയോ അവിടെ ആഘോഷ കേന്ദ്രമാക്കുകയോ അവിടെ പ്രത്യേകം അവിടെയുള്ള അമലുകൾക്ക് പുണ്യം വിചാരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതെല്ലാം പിന്നീട് ശിർക്കിലേക്ക് എത്തിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ ഈ കഥ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കഥ. ഇവിടെ ഞാൻ പറഞ്ഞു, ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ എന്ത് പ്രയാസം? അള്ളാഹു അങ്ങനെ വിധിക്കാൻ, അങ്ങനെ സംഭവിക്കാൻ നിശ്ചയിച്ചു, അങ്ങനെ സംഭവിച്ചു. എന്നാൽ നോക്കൂ, സുബ്ഹാനല്ലാഹ്, ചില പിഴച്ച കക്ഷികൾ ഈ ഹദീസിനെ പരിഹസിച്ചത്, കളിയാക്കിയതൊക്കെ കാണാം. ഇത്രയും അറിയപ്പെട്ട, ഇത്രയും പരിശുദ്ധമായ സനദിലൂടെ വന്ന മുസ്ലിമീങ്ങളുടെ ഈ ആയിരക്കണക്കിന് വർഷത്തെ പണ്ഡിതന്മാർ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് സ്ഥിരപ്പെട്ട ഹദീസാണെന്ന് വ്യക്തമാക്കിയ ഹദീസിനെ പരിഹസിച്ചത് കാണാം പല ആളുകളും. കാരണം ഹദീസ് നിഷേധം എന്ന് പറയുന്നത് അങ്ങനെയാണത്. അത് കുഫറിലേക്കുള്ള വഴിയാണ്. അങ്ങനെയുള്ള ചില ആളുകൾ പറഞ്ഞു, എന്ത് സനദ് ശരിയാണ്, ഇതിൻ്റെയൊക്കെ സനദ് ശരിയാണ്, അത് ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ അതിൻ്റെ അതിൽ പറഞ്ഞ കാര്യം അത് ശരിയല്ല, അത് ബുദ്ധിക്ക് യോജിക്കില്ല. സുബ്ഹാനല്ലാഹ്, ആരുടെ ബുദ്ധി? മനുഷ്യൻ്റെ ബുദ്ധിയാണോ? അല്ല മറ്റാരുടെങ്കിലും ബുദ്ധിയാണോ? ഈ മനുഷ്യരുടെ ബുദ്ധി എല്ലാവരുടേതും ഒരുപോലെയാണോ? ആലിമിൻ്റെ ബുദ്ധിയാണോ? അല്ല സാധാരണക്കാരൻ്റെ ബുദ്ധിയാണോ? മരുഭൂവാസിയുടെ ബുദ്ധിയാണോ? പട്ടണത്തിൽ താമസിക്കുന്ന ആളുടെ ബുദ്ധിയാണോ? ഏത് കാലക്കാരൻ്റെ ബുദ്ധിയാണ്? ഖുർആനിലും സുന്നത്തിലും വന്നാൽ അത് സ്വീകരിക്കലാണ് ബുദ്ധി. യഥാർത്ഥ ബുദ്ധി അതാണ്. യഥാർത്ഥ ബുദ്ധിക്ക് ഒരിക്കലും ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യം എതിരാവുകയില്ല.
നിങ്ങൾ നോക്കൂ, ഈ ഹദീസിനെ കുറിച്ച് സുബ്ഹാനല്ലാഹ് ആളുകൾ ഇതിനെ പരിഹസിച്ചതിൻ്റെ ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ അബ്ദുറഹ്മാൻ എന്നു പേരുള്ള ആൾ. ഇപ്പോൾ അവരുടെ പിന്നെ പത്രത്തിൻ്റെയും ചാനലിൻ്റെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പ്രബോധനത്തിൻ്റെ ഹദീസ് പതിപ്പിൽ 2007 പുറത്തിറങ്ങിയതാണ്. അദ്ദേഹം എഴുതിയാണ്. അദ്ദേഹം എഴുതിയ വാക്കുകളാണ് വായിക്കുന്നത്, ശ്രദ്ധിക്കുക. ഉദാഹരണം പറയുന്നത് എന്തിനാണ്? ഉദാഹരണം പറയുന്നത് സനത് ശരിയാണ്, പക്ഷേ എന്നാലും ഹദീസ് സ്വീകരിക്കാൻ പാടില്ലാത്ത ഹദീസുകളുണ്ട് എന്നതിന് തെളിവായി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഞാൻ വായിക്കാം. ഉദാഹരണത്തിന്, മരണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് അസ്റായീൽ റൂഹിനെ പിടിക്കാൻ സമ്മതം തേടിക്കൊണ്ട് മൂസ അലൈഹിസ്സലാമയെ സമീപിച്ചപ്പോൾ അദ്ദേഹം മലക്കിൻ്റെ കണ്ണ് തല്ലിപ്പൊട്ടിച്ചു എന്ന ഒരു പൊട്ടൻ കഥ സ്വീകാര്യമായ നിവേദക പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എവിടെയാണ് ദലാലത്ത് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായി വന്നിട്ടുള്ള ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിനെ കുറിച്ചാണ് അങ്ങേയറ്റം നിന്ദ്യമായ എന്നാൽ അങ്ങേയറ്റം ഗുരുതരമായ ഈ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ഇത് തിരുത്തിയതായി നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, അത്ഭുതം എന്നാൽ ഈ പുസ്തകമൊക്കെ പുറത്തിറക്കുന്നത്, ഈ ഹദീസ് പതിപ്പ് എന്നൊക്കെ പറഞ്ഞ് മാസിക പുറത്തിറക്കുന്നത് എന്തിനാണെന്ന് അറിയുന്നത്? അത് ഇറക്കിയത് എന്തിനാണെന്ന് അറിയുമോ? ഹദീസ് നിഷേധികൾക്ക് മറുപടി പറയാം. ഹദീസ് ഒന്നാകെ തള്ളിക്കളഞ്ഞ പല ആളുകൾക്കും മറുപടി പറയാം. ചേകന്നൂർ മൗലവി പോലെയുള്ള ആളുകൾക്ക് മറുപടി പറയാം. എന്നിട്ട് വീഴുന്നതോ അതേ കുഴിയിലാണ് പോയി വീഴുന്നത്. ഇതുപോലെയാണ് നോക്കൂ അബ്ദുസലാം സുല്ലമിയെ പോലെയുള്ള ആളുകൾക്കും സംഭവിച്ചിട്ടുള്ളത്. ഹദീസ് നിഷേധികൾക്ക് മറുപടിയായി പുസ്തകങ്ങൾ എഴുതിയ ആളാണ്, പക്ഷേ അതേ കുഴിയിലാണ് പോയി വീഴുന്നത്. എന്തുകൊണ്ടാണ്? കാരണം സുബ്ഹാനല്ലാഹ്, ബിദ്അത്തുകളെ എതിർക്കുന്നത് അതേ ബിദ്അത്തുകാർ പറഞ്ഞുണ്ടാക്കിയ അടിസ്ഥാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതല്ലാതെ അഹ്ലുസുന്നത്തിൻ്റെ വഴി, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വഴി, കാലമത്രയും ഈ ദീനിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ സ്വീകരിച്ച വഴിയല്ല അതിന് സ്വീകരിച്ചിട്ടുള്ളത്. അവർ ഹദീസ് നിഷേധികൾ അവരുടേതായ പല തത്വങ്ങളും ഉണ്ടാക്കിയിട്ട് ഇത് ബുദ്ധിക്ക് യോജിക്കുകയില്ല, ഇത് ശാസ്ത്രത്തിന് യോജിക്കുകയില്ല. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ആദ്യം തന്നെ അവരുണ്ടാക്കിയ ആ ബാത്തിലായ തത്വങ്ങൾ അംഗീകരിച്ചിട്ട് പിന്നെ അതിനൊപ്പിച്ച് ഹദീസൊക്കെ ഒപ്പിച്ചങ്ങോട്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടരെ, നിങ്ങളുടെ അടിത്തറ തന്നെ തെറ്റാണ്. നിങ്ങൾ ഈ പറയുന്നത് ആരുടെ ബുദ്ധിയാണ്? നിങ്ങൾ ഈ പറയുന്നത് ഏത് ശാസ്ത്രമാണ്? ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുന്ന ശാസ്ത്രമോ? അതല്ല ഇങ്ങനെ ആളുകളുടെ വ്യത്യസ്തമായ ബുദ്ധിയോ? ഇതൊന്നും ഈ മറുപടി പറയുക എന്ന് മാത്രമല്ല, മുൻഗാമികൾ ഈ ഹദീസിന് ഈ കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ ഈ ഉമ്മത്തിലൂടെ കടന്നു വന്ന ഹദീസാണിത്. ഇത് നമ്മൾ കുഴിച്ചെടുത്തതല്ല, മറിച്ച് ഈ ഇത്രയും ബുദ്ധിയുള്ള ഈ ഉമ്മത്തിലെ ആളുകൾ കൈമാറി വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്ഥിരപ്പെട്ടതാണ് എന്ന് അവർ വിശ്വസിച്ചതുമാണ്. അവരെന്താണ് ഇതേക്കുറിച്ച് പറഞ്ഞത് എന്നെങ്കിലും നോക്കണ്ടേ? അത് നോക്കുകയില്ല. എന്നിട്ട് ഇതുപോലുള്ള അങ്ങേറ്റം ഗുരുതരമായ വാക്കുകൾ പറയും. വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ നീ ആദ്യം അതിൽ വിശ്വസിക്കുക. അതാണ് വേണ്ടത്. എങ്കിൽ അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകും. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ആമിൻ തഹ്തദി. ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് അവർ മനസ്സിലാക്കിയ ഒരു മനോഹരമായ വാക്കാണ്, നീ ആദ്യം വിശ്വസിക്കുക, തഹ്തദി, എങ്കിൽ നിനക്ക് അള്ളാഹു വഴി കാണിച്ചു തരും. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണോ വിശ്വസിക്കുക. എന്ന് മാത്രം അള്ളാഹുവിൻ്റെ ഖുദ്റ എന്ന സിഫ, അള്ളാഹുവിൻ്റെ കഴിവ് എന്ന സിഫത്ത് മനസ്സിലാക്കിയാൽ ഇതുപോലുള്ള ഒരുപാട് സംശയങ്ങൾ നീങ്ങും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചത്, വയഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം, അള്ളാഹു അവരെ അവരുടെ മുഖങ്ങളിന്മേൽ നാളെ പരലോകത്ത് ഒരുമിച്ച് ചേർക്കും, അവരെ കൊണ്ടുവരും, മുഖം കുത്തി നടക്കുന്നവരായി കൊണ്ടുവരും എന്ന ആയത്ത്. അതേക്കുറിച്ച് സഹാബത്ത് ചോദിച്ചു, നബിയെ എങ്ങനെയാണ് ആളുകൾ മുഖം കുത്തി നടക്കുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ആളുകളെ അവരുടെ കാലുകളിൽ നടത്തിയ റബ്ബിന് അവരെ മുഖങ്ങളിൽ നടത്താൻ എന്ത് പ്രയാസം? അള്ളാഹുവിന് സാധിക്കില്ലേ? നോക്കൂ, അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ് പറയുന്നത്. അള്ളാഹുവിന് എന്ത് പ്രയാസം? ഇങ്ങനെ ഉണ്ടാക്കാൻ അള്ളാഹുവിന് എന്ത് പ്രയാസം? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചിലർ ചോദിച്ചു,
എന്ത് ഖുർആനിലെ ആയത്തെക്കുറിച്ച് അർദുഹ അസ്സമാവാതു വൽ അർദ്, സ്വർഗം എന്നാൽ അതിൻ്റെ വിസ്താരം എത്രയാണ്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിസ്താരമാണ്. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, നബി അപ്പോൾ നരകം എവിടെ? സ്വർഗം ഇത്ര വലുതാണ്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുള്ള ചോദ്യം എന്താണ്? ഈ പകൽ വന്നാൽ ഇവിടെ രാത്രി, രാത്രി വന്നാൽ ഇവിടെ പകൽ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഭാഗത്ത് രാത്രിയാകുമ്പോൾ വേറെ ഭാഗത്ത് പകലാണ്. ഇത് ഇപ്പോൾ ആധുനിക കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടൊരു വിജ്ഞാനമൊന്നുമല്ല, നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയ വിജ്ഞാനം തന്നെയാണ്. പഴയ കിതാബുകൾ ധാരാളമായി ഇത് കാണാം. ഒരു ഭാഗത്ത് സൂര്യൻ ഉണ്ടാകും, ഒരു ഭാഗത്ത് പകലുണ്ടാകും, ഒരു ഭാഗത്ത് വെയിലാണ്. മനസ്സിലായി? ചില ആളുകൾ പലപ്പോഴും ശാസ്ത്രം എന്ന് പറഞ്ഞ് എഴുന്നള്ളിക്കുക എന്നത് കണ്ടാൽ തോന്നുന്നു മുൻഗാമികൾക്ക് ഇതിൻ്റെ അറ്റത്ത് പോലെ അവർ എത്തിയിട്ടില്ല. അല്ല, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയവർ തന്നെയാണ് അവർ. മനസ്സിലായില്ലേ? എഴുത്തും വായനയും പുസ്തകങ്ങളും ഒക്കെ ഉള്ള കാലത്ത് ജീവിച്ചവർ തന്നെയാണ് അവർ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് കാണാം, രാത്രി വന്നാൽ പകലിവിടെ, പകൽ വന്നാൽ രാത്രിയുടെ. സഹാബത്തിൽ പലരും ഈ മറുപടി പറഞ്ഞത് കാണാം. ഈ ചോദ്യം ചോദിച്ചവരോട്, ഇത്രയും വലുതാണ് സ്വർഗമെങ്കിൽ നരകം എവിടെ എന്ന് ചോദിച്ചവരോട് എന്താണ് മറുപടി? ഈ രാത്രി വന്നാൽ എവിടെയാണ് പകൽ? റബ്ബ് സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്, അവൻ ഉദ്ദേശിച്ചെടുത്തതുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇങ്ങനെ മുൻഗാമികൾ എങ്ങനെ ഇത് പറഞ്ഞു മനസ്സിലാക്കി എന്നതിലേക്ക് തിരിച്ചു പോകാതെ ഇത്തരം കാര്യങ്ങൾ നിഷേധിക്കുക എന്നത് വളരെ അപകടകരമാണ്. നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ എന്താണ് ഒരാൾക്ക് നിഷേധിക്കാൻ മാത്രമുള്ളത്? എന്താണുള്ളത്? മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിൽ ആര് വന്നു? മലക്കുൽ മൗത്ത് വന്നു. മലക്കുൽ മൗത്ത് വന്നു മൂസ അലൈഹിസ്സലാമിന്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മൂസ അലൈഹിസ്സലാം അടിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുകയില്ല ഇത് മലക്കാണ് എന്ന്. അനുവാദമില്ലാതെ വീട്ടിനകത്തേക്ക് കയറി വന്ന ആളെ അടിച്ചിട്ട് ആളുടെ കണ്ണ് പോയാൽ അനുവാദമില്ലാതെ വീട്ടിലേക്ക് എത്തി നോക്കുകയോ മറ്റോ ചെയ്യുന്ന ആൾ, സ്വകാര്യതകളിലേക്ക് എത്തി നോക്കുകയോ മറ്റോ ചെയ്യുന്ന ആളെക്കുറിച്ച് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് സഹീഹായ ഹദീസുകൾ നമുക്ക് കാണാം. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇത്തലഅ റജുലുൻ മിൻ ജുഹ്റിൻ ഫീ ഹുജറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുവാതിലിൻ്റെ ഒരു തുളയിലൂടെ ഉള്ളിലേക്ക് നോക്കി. വമഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിദ്റൻ യഹുക്കു ബിഹി റഅസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ മുടി ചീകുന്ന ഒരു ചീർപ്പുണ്ടായിരുന്നു. ഇരുമ്പുകൊണ്ടുള്ളതാണത് എന്ന് ചില റിവായത്തുകൾ കാണാം. ഫഖാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തോട് പറഞ്ഞു, ലൗ അഅലമു അന്നക തൻദുർ, നീ ഇതിലൂടെ നോക്കിയിരുന്നു എന്ന് ഞാനെങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലതഅൻതു ബിഹി ഫി ഐനിക്, അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണിൽ കുത്തുമായിരുന്നു. ഇന്നമ ജുഇലൽ ഇസ്തിദാനു മിൻ അജിൽ ബസർ, വീട്ടിലേക്ക് കയറുമ്പോൾ അനുവാദം ചോദിക്കുക എന്ന നിയമം നിശ്ചയിക്കപ്പെട്ടത് തന്നെ കാണാൻ പാടില്ലാത്തത് കാണരുത് എന്നതുകൊണ്ടാണ്. ഇസ്ലാമിക മര്യാദ, ഇസ്ലാമിലെ വളരെ വളരെ പ്രാധാന്യമുള്ള മര്യാദകൾപ്പെട്ടതാണ് എന്ത്? ഒരാളുടെ സ്വകാര്യ സ്ഥലത്തേക്ക് കയറിപ്പോകുമ്പോൾ എന്ത് വേണം? അനുവാദം ചോദിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം? അനുവാദം ചോദിക്കണം. അസ്സലാമു അലൈക്കും അദ്ഖുൽ എന്ന് ചോദിച്ച ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഇറങ്ങി പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത് എന്ന്. പുറത്ത് ഒരാൾ പറയാം ഞാൻ കയറട്ടെ, സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളവരോട് പറയാം, അയാൾക്ക് പുറത്തിറങ്ങി പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത് എന്ന്. അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞിട്ട് അദ്ഖുൽ, ഞാൻ കയറട്ടെ. അപ്പോൾ അദ്ദേഹം പുറത്തുനിന്ന് തന്നെ ഇത് കേട്ടു. അദ്ദേഹം അതുപോലെ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം കയറാൻ പറഞ്ഞു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും. അല്ലാഹു പറയാണ്, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീട്ടിലേക്ക് അനുവാദം ചോദിച്ചിട്ട് സലാം പറഞ്ഞിട്ടല്ലാതെ കയറാൻ പാടില്ല. ഏത് സൂറത്തിലെ ആയത്താണ്? സൂറത്തു നൂറിലെ ആയത്താണ്. വ്യഭിചാരികൾക്കുള്ള ശിക്ഷ പറഞ്ഞു തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്തിൽ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകം വിലക്കിയത് കാണാം. അതിലൊന്നാണിത്. മറ്റൊന്നാണ് കണ്ണുകൾ നോക്കാൻ പാടില്ലാത്തിടത്തേക്ക് നോക്കുക എന്നത്. ആ ആയത്തിലാണ് അല്ലാഹു പറഞ്ഞത്, കുല്ലിൽ മുഅ്മിനീൻ യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും, മുഅ്മിനീങ്ങളുടെ കണ്ണുകൾ താഴ്ത്താൻ പറയുക, ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കാൻ പറയുക. ആ സൂറത്തിലാണ് സ്ത്രീകളുടെ ഹിജാബിനെ പറ്റി ആയത്തുകളുള്ളത്. അപ്പോൾ നോക്കൂ, സൂറത്തിൽ അള്ളാഹു പറയുകയാണ്, ഇങ്ങനെ ആളുകൾക്ക് തങ്ങളുടെ വീടുകൾ സത്രങ്ങൾ പോലെ തോന്നുന്ന പോലെ കയറാനും ഇറങ്ങാനും അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്, ഒരു മനുഷ്യനെ ചോദിച്ചാൽ
ഒരു മനുഷ്യനെ ചോദിച്ചാൽ എങ്ങനെയാണ് യോജിക്കാതെ? വീട് സ്വകാര്യ ഇടങ്ങളാണ്. നമ്മുടെ നാട്ടിൽ പല വീടുകളുടെ സ്ഥിതി എന്താണ്? അയൽവാസികളും മറ്റുമൊക്കെ ശരിയാണ്, അയൽവാസിയോട് നിനക്ക് ഹക്കുണ്ട്, പക്ഷെ അവൻ്റെ ഹക്കിൽ പെട്ടാൽ എൻ്റെ അടുക്കളയിലേക്ക് എൻ്റെ അനുവാദമില്ലാതെ കയറുക എന്നുള്ളത് മനസ്സിലായില്ലേ? അത് പാടില്ലാത്ത കാര്യമാണ്. അത് പറഞ്ഞു കൊടുക്കണം, അത് പഠിപ്പിക്കണം, മനസ്സിലായില്ല? ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. എന്തിന് സുബ്ഹാനല്ലാഹ് നമ്മുടെ മഹറമുകളായ ആളുകൾ ആണെങ്കിൽ പോലും, നമ്മൾ ഉമ്മയും സഹോദരിയും ആണെങ്കിൽ പോലും, അവർ ഒരു റൂമിൽ വാതിലടച്ചിട്ട് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ഒരു മുന്നറിയിപ്പില്ലാതെ സഡൻ അങ്ങനെ എന്ത് ചെയ്യരുത്? കയറരുത്. ശരിയല്ല. സഹാബത്ത് ചോദിച്ചത് കാണാം, നിൻ്റെ സഹോദരി അല്ലെങ്കിൽ നിൻ്റെ ഉമ്മയെ നഗ്നയായി കാണാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നല്ല കാര്യമാണത്. അല്ല, ആളുകളുടെ സ്വകാര്യതകൾ വളരെയധികം മാനിക്കണം, ബഹുമാനിക്കണം. മുന്നറിയിപ്പ് നൽകുക, അനുവാദം ചോദിക്കുക. അവനവൻ്റെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ അന്യരെ കയറാൻ അനുവദിക്കുകയും പാടില്ല, മറ്റുള്ളിടത്തേക്ക് കയറാനും പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. വാതിൽ മുട്ടിയാൽ എന്ത് ചെയ്യരുത്? നേരെ വാതിലിന് മുന്നിൽ നിൽക്കരുത്. എന്ത് വേണം? വശത്തേക്ക് മാറി നിൽക്കണം. കാരണം തുറന്നാൽ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളു കാണുന്ന രൂപത്തിൽ നിൽക്കാൻ പാടില്ല, വശത്തേക്ക് മാറി നിൽക്കണം. 3 തവണ അനുവാദം ചോദിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ കയറാൻ വേണ്ടി അനുവാദം ചോദിക്കാം, മുട്ടുക, അല്ലെങ്കിൽ കോളിംഗ് ബെല്ലടിക്കുക, ആരും വരുന്നില്ല. ഒന്നുകൂടി അനുവാദം ചോദിച്ചു, അല്ലെങ്കിൽ വാതിൽ മുട്ടി, ആരും വരുന്നില്ല. ഒന്നുകൂടി ചെയ്തു, ആരുമില്ല. എന്ത് ചെയ്യുക? തിരിച്ചു പോകണം. അൽ-ഇസ്തിദാനു സലാസ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനുവാദം ചോദിക്കാൻ 3 തവണയാണ്. ഫൈൻ ഉദിന ലക ഫഇല്ല ഫർജ. അനുവാദം കിട്ടിയാൽ കയറാം, അനുവാദം കിട്ടിയില്ലെങ്കിലോ തിരിച്ചു പോവുക. 3 വട്ടം ചോദിച്ചാൽ ഇനി കയറാമെന്ന അല്ല എന്നല്ല. സുബ്ഹാനല്ലാഹ്, ഖുർആൻ അല്ലാഹു പറഞ്ഞു, വഇൻ ഖീല ലക്കും ഉർജിഉ ഫർജിഉ. തിരിച്ചു പോകാൻ പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ദീനിൽ വിവരമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വീട്ടിൽ പോയി കയറട്ടിന് അനുവാദം ചോദിച്ചു, ഇല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ചു പോയിക്കോളൂ എന്നയാൾ പറഞ്ഞു. തിരിച്ചു പോവുകയാണെങ്കിൽ അയാൾക്ക് സന്തോഷമാണ് തോന്നുക. കാരണം എന്താ? ഞാൻ പാലിച്ചിരിക്കുന്നത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്, ഇപ്പം നിങ്ങൾ പോയിക്കോളൂ. അത് ജനങ്ങൾക്ക് അവരുടെ സ്വകാര്യതകളുണ്ടാവും. അവർക്കൊരു വീടെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സമാധാനത്തിൽ ഇരിക്കുന്ന സ്ഥലമാണ്. അവരുടെ സ്വകാര്യതകൾ മാനിക്കണം. ഇത് മാനിക്കാത്തത് കൊണ്ട് സുബ്ഹാനല്ലാഹ് ഉണ്ടായിട്ടുള്ള മുസീബത്തുകൾ എത്രയാണ്. വ്യഭിചാരവും അതുപോലുള്ള വൃത്തികേടുകൾ നടക്കുന്നത്, അത് നടക്കുക എങ്ങനെയാണ്? ഈ രൂപത്തിലുള്ള കാര്യങ്ങളിൽ ആളുകൾ തെസാഹുൽ കാണിച്ചാലാണ്, അതിലൊരു അലംഭാവം കാണിച്ചാലാണ്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതാ ഇയാളുടെ മകൻ കാന അസീഫൻ, ഇയാൾ ജോലിക്കാരനായിരുന്നു എൻ്റെ വീട്ടിൽ. എന്നിട്ട് ഈ പറയുന്ന ആളുടെ ഭാര്യയുമായി ഈ മനുഷ്യൻ വിചാരത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ആ ശിക്ഷ അവിടെ നടപ്പിലാക്കിയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അവിടെ നോക്കൂ, അതുണ്ടാകാൻ കാരണം എന്താണ്? അയാളുടെ ഉള്ളിൽ ഒക്കെ കയറാൻ പറ്റിയൊരു രൂപത്തിൽ ജോലിക്കാരനായിരുന്നു. അയാൾ വാതിൽ തകർത്തതോ ചുമര് ചാടിക്കിടന്നൊന്നുമല്ല, മറിച്ച് അയാൾക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം കിട്ടി. അപ്പോഴാണ് ഫാഹിഷത്തുകൾ, പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ലാത്ത രൂപത്തിലുള്ള മുസീബത്തുകൾ നടക്കുക. അതുകൊണ്ട് വളരെ ഇസ്ലാമിൻ്റെ ഈ മര്യാദകൾ പാലിച്ചാൽ എല്ലാവർക്കും ഖൈറാണ്, നമുക്കും സമൂഹത്തിൽ ഒന്നാകെയും വലിയ ഖൈറാണ്. ഇത് പാലിച്ചില്ലേ, ആ പാലിക്കാത്തതിനനുസരിച്ച് ഷർറ് നമ്മൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഈ മര്യാദകൾ, അനുവാദം ചോദിക്കാനുള്ള മര്യാദ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കില്ല, വാതിൽ മുട്ടുമ്പോൾ പോലും എന്ത് ചെയ്യണം? ആ ഉള്ളിലുള്ള വീടൊന്നാകെ കുലുങ്ങുന്ന രൂപത്തിൽ മുട്ടരുത് എന്നാണ്. പതുക്കെ മുട്ടണം, കേൾക്കാനുള്ളൊരു പാകത്തിന് മാത്രം വാതിലിന് മുട്ടുക. ബെല്ലടിക്കണമായാലും ആളുകൾ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ, ഒരു സമാധാനത്തിൽ കഴിയുന്ന സ്ഥലമാണ് വീട്, പ്രയാസപ്പെടുത്തരുത്. നിങ്ങൾ കണ്ടില്ലേ സുബ്ഹാനല്ലാഹ്, വിവാഹം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ നടത്തുന്ന കൂത്താട്ടത്തിൻ്റെ വൃത്തികേടിൻ്റെ പേരിൽ അതിൻ്റെ ഭാഗമായി പടക്ക പിടിച്ചിട്ടൊരു കുട്ടിക്ക്, ചെറിയ കുഞ്ഞിന് വലിയ പ്രയാസമുണ്ടായത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊരു ബുദ്ധിമുട്ടാണ്. വീട്ടിനടുത്ത് കഴിയുന്ന ആളുകൾക്ക് വരെ പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് എന്ത് മറുപടി പറയും ഈ ആളുകൾ? വളരെ ശ്രദ്ധിക്കുക ഈ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. മറ്റൊരു ഹദീസ് നോക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലൗ അന്ന ഇംറഅൻ ഇത്തല അലൈക ബിഗൈരി ഇദ്നിൻ
ഒരാൾ ഒരു അനുവാദമില്ലാതെ നിൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ സ്വകാര്യ അടുത്തേക്ക് എത്തി നോക്കി. ഫഖദഫ്തഹു ബിഅസാത്തിൻ, നീ അവനെ കല്ലെടുത്തെറിഞ്ഞു. ഫഖഅത ഐന, നീ അത് എറിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണു പൊട്ടിപ്പോയി. ശ്രദ്ധിക്കുക, ലം യകുൻ അലൈക ജുനാഹ്, നിനക്ക് അതിൻ്റെ പേരിൽ കുറ്റമുണ്ടാവുകയില്ല. മറ്റൊരു വാചയിൽ കാണാം ഫല ദിയത വല ഖിസാസ്, ദിയയില്ല എന്ന് പറഞ്ഞാൽ അവയവം നഷ്ടപ്പെടുത്തിയതിന് നഷ്ടപരിഹാരം ഇല്ല. അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് കണ്ണൂട്ടി ചെയ്യുന്ന പകരം ഇയാളുടെ കണ്ണൂട്ടി അതും ഇല്ല എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇത്ര ഗൗരവമുള്ള കാര്യമാണ്. ആലോചിച്ച് നോക്കും നിങ്ങൾ, ഇത്രയും ഗൗരവപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതല്ല, മറിച്ച് ഇങ്ങനെ ഒരു നിയമം ദീനിലുണ്ട്. മൂസ അലൈഹിസ്സലാം ആകട്ടെ വന്നത് മലക്കാണെന്ന് മനസ്സിലായില്ല. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു ഈ ഹദീസിൽ വന്നതേ എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളൂ. അത് യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നു, മലക്കായിരുന്നു. പക്ഷേ മനുഷ്യനാണെന്ന് മൂസ അലൈഹിസ്സലാം വിചാരിച്ചതാവാം. അങ്ങനെ ആണ് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ, അതിനെതിരായതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, മുൻഗാമികളുടെ ഹദീസിന് പറഞ്ഞ വിശദീകരണം എന്താണ്? എന്നൊന്നും മനസ്സിലാക്കാതെ ഹദീസുകളെ തള്ളുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധം എന്താണ്? പറഞ്ഞു വന്നത് ഇങ്ങനെയായിരുന്നു. മഹാനായ റസൂൽ മൂസ അലൈഹിസ്സലാമിൻ്റെ വഫാത്ത് ഉണ്ടായത്. അള്ളാഹുവിൻ്റെ നബിമാരെല്ലാം മരണപ്പെടും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ, നബി അങ്ങ് മരിക്കും അവരും മരിക്കും. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠനായ പടപ്പുകളെ, റസൂലുകളെ മരണം പിടികൂടിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? എല്ലാവരും മരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്ത്. ഫാത്തിൻ്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്ത്. മരണത്തിന് സക്കറാത്തുണ്ട്, അതിൻ്റെ ഒരു രുചിയുണ്ട്, എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന വേദനയാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. പരലോകത്ത് മൂസ അലൈഹിസ്സലാമിൻ്റെ സ്ഥിതി എന്താണ്? വലിയ ശ്രേഷ്ഠത നൽകപ്പെടുന്ന റസൂലുകളിൽ ഒരാളാണ് മൂസ അലൈഹിസ്സലാം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഫദ്ദിലൂനി അലാ മൂസ, മൂസായേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ എന്ന് നിങ്ങൾ പറയരുത്. ഈ ഹദീസിൻ്റെ അർത്ഥം എന്താണ്? മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകലരെക്കാളും ശ്രേഷ്ഠനാണ്. പക്ഷേ മറ്റുള്ള നബിമാരെ ഇകഴ്ത്തുന്ന രൂപത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമെ പുകഴ്ത്തുക, അതിനുവേണ്ടി പുകഴ്ത്തുക, അതല്ലെങ്കിൽ ഒരു തഅസ്സുബിൻ്റെ അർത്ഥത്തിൽ ഞങ്ങളൊരു ഇന്ന നബിയുടെ കക്ഷി, നിങ്ങൾ ഇന്ന നബിയുടെ കക്ഷി എന്ന രൂപത്തിൽ ചെയ്തു. ഒരു യഹൂദിയും ഒരു മുസ്ലിമും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ മൂസ അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്ത ശ്രേഷ്ഠനാക്കി അള്ളാഹു തന്നെ സത്യം എന്ന് യഹൂദി സത്യം ചെയ്തപ്പോൾ റസൂലുള്ളാഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രേഷ്ഠനാക്കിയ അള്ളാഹു തന്നെ സത്യം എന്നൊരു മുസ്ലിം സത്യം ചെയ്തു. അവർ തമ്മിൽ അടിപിടി ഉണ്ടായി. ഈ ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് എന്ന് ഹദീസുകളിൽ കാണാം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നതിന് ഇത് എതിരല്ല. അതേസമയം മറ്റൊരർത്ഥത്തിൽ ഇത് പറയാൻ പാടില്ല. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയവുമാണിത്. എന്നിട്ട് നബി പറയുകയാണ്, ഫഇന്ന അന്നാസ യുസ്അഖൂന യൗമൽ ഖിയാമ, ജനങ്ങളെല്ലാം അന്ത്യനാളിൽ ബോധരഹിതരായി വീഴും. അതായത് അന്ത്യനാളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ജനങ്ങൾക്കിടയിൽ വിധി പറയാനായി വരും. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, റബ്ബ് വരും, മലക്കുകൾ അണിയണിയായി വരും. അള്ളാഹുവിൻ്റെ മജീ, അവൻ്റെ വരവ് എന്ന സിഫത്തുണ്ട്. അള്ളാഹു പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഖിയാമത്ത് നാളിൽ ആളുകളെല്ലാം ബോധരഹിതരായി വീഴുമെന്നാണ്. മനസ്സിലായില്ലേ? ഖിയാമത്ത് നാളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅകൂനു അവ്വല മൻ യുഫീഖ്, എന്നിട്ട് എഴുന്നേൽക്കുന്നത് ആദ്യം ഞാനായിരിക്കും. ഫഅജിദു മൂസ, അപ്പോൾ ഞാൻ കാണും മൂസായെ ബാത്തിശൻ ബിഖായിമത്തിൽ അർശ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ കാലിന് പിടിച്ച് നിൽക്കുകയാണ്. എൻ്റെ സഹാസം പറയാം, ഫല അദിരി, എനിക്കറിയില്ല. ആ സുഇഖ ഫഅഫാഖ ഖബ്ലി, മൂസാ നബിയും ബോധരഹിതനായി എന്നിട്ട് എന്നെക്കാൾ മുൻപേ എഴുന്നേറ്റതാണോ? അം ജൂസിയ ബിസഅഖത്തി തൂർ, അതല്ല തൂർ പർവ്വതത്തിൻ്റെ അരികിൽ മുമ്പൊരിക്കൽ മൂസ അലൈഹിസ്സലാം ബോധരഹിതനായി വീണിട്ടുണ്ട്, അതുകൊണ്ട് റബ്ബ് മതിയാക്കിയതാണോ ഇപ്പോൾ വീഴാതെ? അതെപ്പോഴായിരുന്നു? അള്ളാഹു പർവ്വതത്തിന് അവനെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ, അവനെ കാണിച്ചു കൊടുത്തപ്പോൾ. അന്ത്യനാളിലും റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാവരും വീഴുന്നത്.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ ആദ്യം എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുക മൂസ അലൈഹി സ്വലാമിനെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ കാലിന് പിടിച്ചുകൊണ്ട്. എനിക്കറിയില്ല മൂസാ നബി എന്നെക്കാൾ മുൻപ് എഴുന്നേറ്റതാണോ, അതല്ല മൂസ അലൈഹി സ്വലാം ബോധരഹിതനായിട്ടേ ഇല്ല എന്നാണോ എന്നെനിക്കറിയില്ല. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. ഇപ്പോൾ നോക്കൂ, അന്ത്യനാളിൽ മൂസ അലൈഹി സ്വലാമിൻ്റെ സ്തുതി എത്ര ശ്രേഷ്ഠമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജിൽ ആകാശത്ത്, ഓരോ ആകാശത്ത് വെച്ച് നബിമാരിൽ പലരെയും കണ്ടിട്ടുണ്ട്. അവിടെ ആരെ കണ്ടിട്ടുണ്ട്? മൂസ അലൈഹി സ്വലാമിനെ കണ്ടിട്ടുണ്ട്. എത്രാമത്തെ ആകാശത്തിലാണ്? 6ാമത്തെ ആകാശത്തിൽ. 7ാമത്തെ ആകാശം ഏറ്റവും മുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ബൈത്തുൽ മഅമൂറിനെ ചാരിയിരിക്കുന്ന രൂപത്തിലാണുള്ളത്. ബൈത്തുൽ മഅമൂർ ആകാശ ലോകത്തെ കഅബയാണ്. 70,000 മലക്കൾ ഒരു ദിവസം കയറുന്ന, പിന്നൊരിക്കലും ആ മലക്കൾ കയറുകയില്ല. അവർ കയറി പുറത്തിറങ്ങും. ഓരോ ദിവസവും 70,000 മലക്കുകൾ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആകാശത്തിലും നബിമാരെ കണ്ടത് ഹദീസുകൾ വന്നിട്ടുണ്ട്. 1ാമത്തെ ആകാശത്തിൽ ആദം നബിയെ കണ്ടു. ആദം അലൈഹിസ്സലാം പറഞ്ഞു, മർഹബൻ ബിൻ നബി സാലിഹ് വൽ ഇബ്ൻ സാലിഹ്. സാലിഹായ നബിക്ക് സ്വാഗതം, മർഹബൻ, എൻ്റെ സാലിഹായ മകനും. കാരണം ആദം അലൈഹിസ്സലാമിൻ്റെ മകനാണ്. 2ാമത്തെ ആകാശത്തിൽ 2 നബിമാരെ കണ്ടു. ഇബ്നൈ ഖാല, 2 സഹോദരിമാരുടെ മക്കൾ, ഈസ വ യഹ്യ. ഈസാ നബിയും യഹ്യ നബിയും. അവർ 2 പേരും പറഞ്ഞു, മർഹബൻ ബിൻ നബി സാലിഹ് വൽ അഖ് സാലിഹ്, ഔ മർഹബൻ ബിൽ അഖ് സാലിഹ് വൽ നബി സാലിഹ്. സാലിഹായ നമ്മുടെ സഹോദരന് സ്വാഗതം. 3ാമത്തെ ആകാശത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. സലാസം പറഞ്ഞു, അപ്പോൾ യൂസുഫ് നബിക്ക് ഭംഗിയുടെ പകുതി നൽകപ്പെട്ടിട്ടുണ്ട്. ആകെ സൗന്ദര്യത്തിൻ്റെ പകുതി ഉണ്ട് ആർക്ക്? യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാം ഇതുപോലെ യഹ്യാ നബിയും ഈസാ നബിയും പറഞ്ഞതുപോലെ അഭിവാദ്യം ചെയ്തു. 4ാമത്തെ ആകാശത്തിൽ ഇദ്രീസ് അലൈഹിസ്സലാമിനെ കണ്ടു. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. 5ാമത്തെ ആകാശത്തിൽ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ കണ്ടു. 6ാമത്തെ ആകാശത്തിൽ മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. 7ാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ഞാൻ 6ാമത്തെ ആകാശത്തിൽ എത്തി. ഫഖാല ലഹു, ഞാൻ ചോദിച്ചു മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. ഫഖാല ലഹു ജിബ്രീൽ, ജിബ്രീൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹാദാ മൂസ, ഇതാണ് മൂസ. ഫസല്ലമ അലൈഹി, ഫസല്ലിം അലൈഹി, സലാം പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫസല്ലംതു അലൈഹി, ഞാൻ മൂസ നബിക്ക് സലാം പറഞ്ഞു. ഫഖാൽ മർഹബൻ ബിൻ നബി സാലിഹ് വൽ അഖ് സാലിഹ്. സാലിഹായ നബിക്ക്, സാലിഹായ സഹോദരന് സ്വാഗതം. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ നബിമാരെ റബ്ബ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ്. ചില വിവരദോഷികൾ ഇത് നിഷേധിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ അതെന്താണ് പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം. നബിമാരുടെ ശരീരം അത് അവരെ എവിടെ കബറടക്കിയോ അവിടെ തന്നെയാണുള്ളത്. ശരീരം പുറത്തേക്ക് വരിക എപ്പോൾ മാത്രമാണ്? അന്ത്യനാളിൽ മാത്രം. പിന്നെയോ അള്ളാഹു ആകാശ ലോകത്ത് അവൻ്റെ ഈ പറഞ്ഞ നബിമാരുടെ റൂഹുകളെ, അവരുടെ ആത്മാക്കളെ അവരുടെ ശരീരത്തിൻ്റെ രൂപത്തിൽ കാണിച്ചു കൊടുത്തു എന്നാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ശരീരം ഉയർത്തെഴുന്നേൽക്കുക എപ്പോഴാണ്? അന്ത്യനാളിലാണ്. ശരീരത്തോടെ അതുപോലെ എങ്ങനെ ആത്മാവോടെ കാണിച്ചു കൊടുത്തു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു. ഈസ അലൈഹിസ്സലാം ഒഴികെ, ഈസ അലൈഹിസ്സലാം എന്ത് ചെയ്തിട്ടില്ല? ഖബറടക്കിയിട്ടില്ല. ഈസ അലൈഹിസ്സലാം ഇറങ്ങി വരും 2ാമത് അന്ത്യനാളെടുത്താൽ. യൻസിലു ഫീകും ഇബ്നു മറിയമ ഹക്കമൻ അദിലൻ ഇമാമൻ മുഖ്സിതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നിട്ട് ഭൂമിയിൽ മരണപ്പെടും, ഇവിടെ ഖബറടക്കപ്പെടും. പക്ഷേ അള്ളാഹുവിൻ്റെ നബിമാരെ ഇങ്ങനെയാണ് റബ്ബ് കാണിച്ചു കൊടുത്തത് എന്നാണ്. വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല. അങ്ങനെ മൂസ അലൈഹിസ്സലാം കണ്ടു. ഫലമ്മ തജാവസ്തു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ അത് കടന്നുപോയി. മൂസാ നബിയെ കടന്നുപോയപ്പോൾ ബക്ക, മൂസാ നബി കരഞ്ഞു. ഖീല ലഹ്, മൂസാ നബിയോട് ചോദിച്ചു, മാ യുബ്കിക്ക്, എന്തിനാണ് കരയുന്നത്? അബ്കി ലിഅന്ന ഗുലാമൻ ബുഇസ ബഅദി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതിഹി അക്സറ മിമ്മ യദ്ഖുലുഹാ മിൻ ഉമ്മതി. എനിക്ക് ശേഷം നിയോഗിക്കപ്പെട്ട ഒരു യുവാവ്, പക്ഷേ എൻ്റെ ഉമ്മത്തിനേക്കാൾ ഒരുപാട് ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് കരഞ്ഞതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അത് അസൂയ കൊണ്ടുള്ള കരച്ചിലല്ല. ഹാഷ വക്കല്ല. അള്ളാഹുവിൻ്റെ നബിമാർ ഒരിക്കലും ഖൈറിന് അസൂയ വെക്കുകയില്ല. മറിച്ച് മൂസ അലൈഹിസ്സലാം അവിടുത്തെ ഖൗമിന് സംഭവിച്ച കാര്യം, ആ കാര്യം ഓർത്ത് കരയുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്ത് വലിയ ഉമ്മത്താണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിമാരെയും അവരുടെ ഉമ്മത്തുകളെയും കാണിച്ചു കൊടുക്കപ്പെട്ട ഹദീസിൽ കാണാം, സവാദുൽ ആദം, ഞാൻ വലിയ അല്ലെങ്കിൽ ചക്രവാളം മുട്ടുന്ന രൂപത്തിൽ ഞാൻ ഒരു കൂട്ടരെ കണ്ടു. ഞാൻ ചോദിച്ചത് എൻ്റെ ഉമ്മത്താണ് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് ആരുടെ ഉമ്മത്താണ്? മൂസാവ ഉമ്മത്ത്, മൂസ അലൈഹിസ്സലാം മൂസാ നബിയുടെ ഉമ്മത്തുമാണ്, വലിയ ഉമ്മത്താണ് അവർ. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോളം ഒരിക്കലും വരികയില്ല. ഇപ്പം നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നത് മൂസാ നബിയെ കണ്ട രൂപം, റഅയ്തു ലൈലത ഉസ്രിയ ബി മൂസ ബിൻ ഇമ്രാൻ, ഞാൻ ഇസ്രാഇൻ്റെ രാത്രിയിൽ, മിഅ്റാജിൻ്റെ രാത്രിയിൽ മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. റജുലൻ ആദമ, മൂസ അലൈഹിസ്സലാമിൻ്റെ നിറം ആദം, ആദം എന്നാൽ കറുപ്പും വെളുപ്പുമല്ല, തവിട്ട് നിറമുള്ള ആൾ എന്നാണ്. ആ നിറമാണ് മൂസ അലൈഹിസ്സലാമിന്. തിവാലൻ, നല്ല പൊക്കമുള്ള ആളാണ്. ജഅദൻ, ജഅദൻ എന്നാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ജഅദുർ അശ്ശഅർ, മുടി വല്ലാതെ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്നതല്ല, അത് ഒരല്പം ചുരുണ്ട് കിടക്കുന്ന, കുറച്ചൊക്കെ ചുരുണ്ട് കിടക്കുന്ന മുടിക്ക് എന്ത് പറയും? ജഅദ് എന്ന് പറയും. അതുപോലെ ശക്തമായ ശരീരത്തിനും എന്ത് പറയും? ജഅദ് എന്ന് പറയും. നല്ല കരുത്തുറ്റ ശരീരത്തിന്, ഉറപ്പുള്ള ശരീരത്തിനും ജഅദ് എന്ന് പറയും. കഅന്നഹു മിൻ റിജാലി ശനൂഅ, ശനൂഅ എന്നാൽ യമനിലൊരു ഗോത്രമാണ്. ആ ഗോത്രക്കാരുടെ രൂപം ആളുകൾക്കറിയാം, അവരുടെ നിറം, അവരുടെ ശരീരം ഈ പറഞ്ഞതുപോലെയാണ് അവരുടെ ശരീരവും രൂപമൊക്കെ. പൊക്കമുണ്ടാകും, അതുപോലെ തവിട്ട് നിറമായിരിക്കും, മുടി രൂപത്തിലായിരിക്കും. ആ യമനിലൊരു ഗോത്രമാണ് ശനൂഅ. അവരിൽ ഒരാളെ പോലെ ഉണ്ട് ആര്? മൂസ അലൈഹിസ്സലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തത് കാണാം. ഈസാ നബി ഇങ്ങനെയാണ്. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, ഇവരുടെ രൂപം ഇങ്ങനെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ രൂപം നിങ്ങൾക്കറിയണോ? സാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ നോക്കിയാൽ മതി, അഥവാ എന്നെ നോക്കിയാൽ മതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അതേ രൂപമായിരുന്നു. ഇങ്ങനെ മൂസ അലൈഹിസ്സലാമിനെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. മൂസാ നബിയാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്ക് വലിയ ഉപകാരമുണ്ടാക്കിയ ഒരു കാര്യം ആ രാത്രിയിൽ പറഞ്ഞു കൊടുത്തത്. എന്താണത്? നിസ്കാരത്തിൻ്റെ കാര്യം. അള്ളാഹുവിനെ കണ്ടു. 50 വക്ത് നിസ്കാരം, 50 വക്ത് ഒരു ദിവസം, അത് നിർബന്ധമാക്കിയിട്ടാണ് താഴേക്ക് വരുന്നത്. 50 വക്ത്. സുബ്ഹാനല്ലാഹ്. 6ാമത്തെ ആകാശത്തിലെത്തി. മൂസ അലൈഹിസ്സലാം ചോദിച്ചു, എന്ത് സംഭവിച്ചു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന ഉമ്മതക ലാ തുദീഖു ദാലിക്, നിന്റെ ഉമ്മത്തിന് സാധിക്കുകയില്ല. ഞാൻ ഇതിനേക്കാളും കുറഞ്ഞത് എൻ്റെ ഉമ്മത്ത് ബനു ഇസ്രായേലിനുമായി അവരെ ഇത് ചെയ്യിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ ആ ഹദീസിൽ നിന്ന് പറഞ്ഞത് കാണാം, ഇസ്രായേലിയർക്ക് 5 വക്തും കൂടി ഉണ്ടായിരുന്നില്ല എന്ന്. എൻ്റെ ഉമ്മത്തിന് സാധിക്കുകയില്ല, അതുകൊണ്ട് റബ്ബിൻ്റെ അരികിലേക്ക് തിരിച്ചുപോയി തഖ്ഫീഫ് ചോദിക്കൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ നോക്കി, വീണ്ടും റബ്ബിൻ്റെ അരികിലേക്ക് പോയി റബ്ബിനോട് തഖ്ഫീഫ് ചോദിച്ചു. അള്ളാഹു 5 കുറച്ചു കൊടുത്തു, താഴേക്ക് വന്നു. വീണ്ടും മൂസ അലൈഹിസ്സലാം ഇതുപോലെ പറയുന്നു. ഇങ്ങനെ പോവുകയും വരികയും ചെയ്തു. വീണ്ടും 5 എത്തിയിട്ട് മൂസ അലൈഹിസ്സലാം പറഞ്ഞെന്താണ്? സാധിക്കൂല, പോയി തഖ്ഫീഫ് ചോദിക്കുന്നതാണ്. അവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇസ്രായേലിയർക്ക് ഇതിലും കുറവായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, ഇസ്തഹ്യയ്തു, ലജ്ജ തോന്നുന്നു റബ്ബിനോട് ഇനി ചുരുക്കി ചോദിക്കാൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, ഹിയ ഖംസൂൻ, അത് 5 50. 5 50. എന്താണ് 5 50 എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു, ഖംസുൻ ഫിൽ അദദ് വ ഖംസൂന ഫിൽ അജ്ർ. എണ്ണത്തിൽ 5, പ്രതിഫലമോ 50-ൻ്റെതാണ്. പ്രതിഫലം 50-ൻ്റെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നോക്കൂ, ഈ കാര്യം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പറഞ്ഞു കൊടുത്ത മൂസാ നബിയാണ്. പണ്ഡിതന്മാർ ഇതിൽ നിന്ന് പറഞ്ഞത് കാണാം, ദഅവത്തിൽ ശ്രദ്ധിക്കുക, ദഅവത്തിൽ ജനങ്ങൾക്ക് പ്രബോധനം നടത്തുന്നതിൽ നമ്മുടെ മുന്നേ ഈ വഴിയിൽ കടന്നുപോയവരുടെ അനുഭവങ്ങൾ നമുക്ക് പ്രയോജനപ്പെടും. അതിൽ ഈ സംഭവത്തിൽ ആ പാഠമുണ്ട്. കാരണം ഉമ്മത്തിനെ ഇത് പഠിപ്പിച്ച കാര്യം, ആ പാഠം മൂസ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നോക്കൂ, നമുക്ക് മുൻഗാമികളായി കടന്നുപോയ, നമ്മുടെ നാട്ടിൽ തൗഹീദ് പഠിപ്പിച്ച ആളുകളെ, സുന്നത്തും ബിദ്അത്തും വേർതിരിച്ച് പഠിപ്പിച്ച മുൻഗാമികളിൽ ഒന്ന് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. റഹിമഹുമുല്ലാഹ് വജസാഹുമുല്ലാഹു ഖൈറൻ. ചിലപ്പോൾ അവർക്ക് തെറ്റുകളുണ്ടാകാം. നമ്മുടെ മുൻഗാമികൾ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട ആളുകൾ, പ്രയാസം, അതിനു വേണ്ടി കല്ലേറും കൂക്കുവിളികളും ഒക്കെ കൊണ്ട ആളുകൾ, അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരൊന്നിനും കൊള്ളാത്തവരായി സംസാരിക്കുന്നത് ശരിയല്ല. ശരിയാണ്, തെറ്റുകൾ ഉണ്ടാകാം, നീ തെറ്റുകൾ പറഞ്ഞോളൂ.
അത് അഥവാ അത് ആളുകൾ ആ തെറ്റുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഇത് തെറ്റുകളാണെന്ന് പറഞ്ഞോളൂ. പക്ഷേ ഒരു ഖൈറും ഇല്ലാത്ത ആളുകളാണ് എന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ തൗഹീദ് ദഅവത്തിന് വേണ്ടി പ്രയാസപ്പെട്ട കഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ച് കെ മൗലിയെ പോലെ റഹിമഹുല്ലാ, അതുപോലെ ഉള്ള ഒരു വലിയ ഖിദ്മത്തുകൾ ചെയ്ത ആളുകൾ, മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ, ഒരു ഖിദ്മത്തുകൾ ചെയ്ത ആളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാന്യതയും മര്യാദയും പാലിക്കുക എന്നത് അത് ഏറ്റവും ചുരുങ്ങിയത് അവരോടുള്ള നന്ദി കൂടിയാണ്. കാരണം അവർ തെളിച്ച വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മണ്ണൊരുക്കിയത് ഈ നല്ലവരായ മുൻഗാമികളാണ്. തെറ്റുകളുണ്ടാകാം, തെറ്റിൽ നിന്ന് ആരാണ് മുക്തരായിട്ടുള്ളത്? പക്ഷെ അവരവരുടെ അമലുമായി പോയി. അതുകൊണ്ട് ഒന്നിനും കൊള്ളാത്തവരെ പോലെ ഇങ്ങനെ ആളുകളെക്കുറിച്ച് സംസാരിക്കുന്ന ചില ആളുകളുടെ ശൈലി കാണാറുണ്ട്. അത് ശരിയല്ല. മറിച്ച് നന്മകൾ അത് മനസ്സിലാക്കുക. ജീവിച്ച കാലം ഏതാണ്, പ്രയാസപ്പെട്ട കഷ്ടപ്പാടുകൾ എന്തായിരുന്നു, അതുപോലെ ദുനിയാവ് പലപ്പോഴും അവരുടെ മുന്നിൽ വന്നപ്പോൾ അവരതിൻ്റെ പിന്നാലെ പോയിട്ടില്ല എന്നത് അവരുടെ അനുഭവവും ചരിത്രവും സാക്ഷിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അവർക്ക് കൊണ്ട് ദുആ ചെയ്യുക, ഇത് ഒരു മര്യാദയാണെന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ നാട്ടിൽ തൗഹീദിനു വേണ്ടി പരിശ്രമിച്ച് കഷ്ടപ്പെട്ട ആ മഹാന്മാർക്ക് വലിയ പ്രതിഫലം പരലോകത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മയും അവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് സംസാരിച്ച ശേഷം നിസ്കാരം ഇങ്ങനെ കുറച്ച് കിട്ടാൻ മൂസ അലൈഹിസ്സലാം കാരണക്കാരനായല്ലോ. ഈ സംഭവം വിവരിച്ചതിന് ശേഷം ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ മനോഹരമായൊരു വാചകം പറഞ്ഞു. അത് വായിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഫജസല്ലാഹു അന്നാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറാ വജസല്ലാഹു അന്നാ മൂസ അലൈഹിസ്സലാം ഖൈറാ. അള്ളാഹു നമുക്ക് വേണ്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ, ഈ ഖൈറിലേക്ക് നമ്മെ നയിച്ചതിനും. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിന് നമുക്ക് വേണ്ടി ഈ വലിയ ഉപകാരം നമുക്ക് കാണിച്ചു തന്ന, നമുക്ക് അതിന് വഴിയൊരുക്കിയ മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു നമുക്ക് വേണ്ടി വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതാണ് നമ്മുടെ പരിമിതമായ അറിവിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ മഹാനായ റസൂലിൻ്റെ കലീമുല്ലാഹ് മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഗുണപാഠങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു തആല ഇത് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സംസാരിച്ച എനിക്കും കേട്ട നിങ്ങൾക്കും ഇതിലെ ഗുണപാഠങ്ങൾ പ്രയോജനപ്പെടുത്തുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ആ മഹാനായ റസൂലിൻ്റെ കൂടെ, മൂസ അലൈഹിസ്സലാമിൻ്റെ കൂടെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ കൂടെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم أصلح لنا النية والذرية والعمل. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم لك أسلمنا وبك آمنا عليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا، أنت الحي الذي لا يموت والجن والإنس يموتون. صلى الله وسلم وبارك وأنعم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. استودعكم الله الذي لا تضيع ودائعه.